ശ്രീ റാഷിദ്, വടകരയടക്കം 12 സീറ്റാണ് LDF നേടുക എന്നാണ് CPM പറയുന്നത്. CPIയും അത് തന്നെ പറയുന്നു. ഇപ്പോൾ റാഷിദ് നേരത്തെ പ്രവചിച്ചത് വടകരയിൽ 1 ലക്ഷത്തിൽ അല്ലെങ്കിൽ 80,000 മുകളിൽ വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമെന്നാണ്. ഇത്തവണ കണക്കൊക്കെ തെറ്റാണോ? കണക്ക് ശ്രീ അഭിലാഷ് തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എൻ്റെ സമീപകാലത്ത് ഞാൻ പ്രവചിച്ചല്ല. രാഷ്ട്രീയം, നമ്മുടെ സഹപാനലിസ്റ്റുകളായ രാഷ്ട്രീയ നേതാക്കളുടെ അവരവരുടെ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഇവരിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ വെച്ചുള്ള വിലയിരുത്തലാണ് പ്രവചനം എന്ന് പറയുമ്പോൾ പലരും ഞാനൊരു പ്രവാചകൻ, രാഷ്ട്രീയ പ്രവാചകൻ ആ രീതിയിൽ എന്നെ സമീപിക്കുന്ന ആ രീതിയിൽ അത് എനിക്ക് താല്പര്യമില്ല. എന്ത് തന്നെയാലും വടകരയിലും ഞാൻ എൻ്റേതായ കാൽക്കുലേഷനിൽ അവിടെ നടന്ന പ്രചരണങ്ങളുടെ രീതിയിൽ ഞാൻ കണ്ടെത്തിയ അനുമാനങ്ങളിൽ നിന്നാണ് ഞാൻ ആ ഒരു ഗ്രാഫ് ഇട്ടത്. അതിൽ തന്നെ പല ആളുകൾക്കും സുഹൃത്തുക്കൾക്കും പ്രയാസമുണ്ട്, അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. എന്ത് തന്നെയായാലും അവിടെ നടന്ന രാഷ്ട്രീയം, അവസാന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കപ്പെട്ട കാർഡുകൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രയോഗിക്കപ്പെട്ട പലതിനെയും നമ്മൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയ ഒരു ഫൈനൽ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. അപ്പോൾ 12 സീറ്റ് LDFന് കിട്ടാൻ സാധ്യതയുണ്ടോ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ? റാഷിദിന് എന്ത് തോന്നുന്നു? ഒപ്പം തൃശ്ശൂർ BJP ജയിക്കുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. ശ്രീ അഭിലാഷ്, ആദ്യം ഞാൻ ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. അതായത് ഞാൻ പ്രവചനം ഒരു അസംബ്ലി മണ്ഡലമാണെങ്കിൽ ആ ഒരു മണ്ഡലത്തിലേക്ക് ഫോക്കസ് ചെയ്യും. അതേപോലെ ഇപ്പോൾ സംസ്ഥാനം ഏതെങ്കിലും, ഞാൻ മുമ്പൊക്കെ കർണാടക, രാജസ്ഥാൻ, അങ്ങനെയുള്ള തെലങ്കാനൊക്കെ സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൽ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മറ്റ് പല ടീമുകൾ പലതരത്തിലുള്ള മെത്തേഡുകളാണ്. അവർ ഗ്രൗണ്ടിൽ നിന്ന്, ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഞാൻ മേൽപ്പരപ്പിൽ നിന്ന്, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന്, സൈബർ ഇടങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ നേതാക്കൾ, അതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സകല മേഖലകളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ എത്രത്തോളം സീറ്റ് കിട്ടും ഞാൻ എന്നാണ് കേരളത്തിൽ നോക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു മണ്ഡലം, എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അതിൽ ഞാൻ എഫേർട്ട് എടുത്തിരുന്നു എൻ്റെ മണ്ഡലത്തിൻ്റെ വടകരയുടെ കാര്യത്തിൽ. പിന്നീട് ഞാൻ നോക്കുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൊത്തത്തിൽ എത്ര സീറ്റ് NDAക്ക്, ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ്. നിലവിൽ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 സീറ്റ് LDFന് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട്, കേരളത്തിലെ രാഷ്ട്രീയ, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഒരു തരത്തിലും എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. യെസ്.